അല്ല, പ്രധാനപ്പെട്ട ഒരു തെളിവ് വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇന്നലെ ഞാനൊരു ചാനലിൽ കണ്ടാണ് സ്വർണ്ണക്കടത്ത് ബന്ധങ്ങൾ തെളിവുകൾ പുറത്തുവിടുന്നു. രേണു സുധിയുടെ പേരും വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. രേണു സുധിയാണ് കാരണം. ഏതായാലും എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം. ആ ഒരു ചാനലിൽ വന്ന, എനിക്ക് തോന്നുന്നു ഷെഫീന ബീവിയുടെ ചാനലിൽ, അതിൻ്റെ അകത്ത് വന്ന നമുക്ക് ഒരു വോയിസ് ഒന്ന് കേട്ടിട്ട് വരെ. എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വലിയ ആക്റ്റീവ് ഒന്നും അല്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ ഞങ്ങൾക്ക് കുറെ കലാകാരന്മാരെന്താ ഉള്ളത് കൊണ്ട് നിൽക്കുന്നവൻ. പക്ഷെ അതിന്റെ അകത്ത് ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. ഈ പെണ്ണുകൂട്ടിക്കൊടുപ്പും ഈ പറയുന്ന അവളത്തെ ഈ ആഴ്ചയിൽ എങ്ങനെയാണ് മാറ്റിപ്പോണേന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സത്യം, ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നൊരു കാര്യമല്ല. ഇതിനൊരു ഗ്യാങ് തന്നെയുണ്ട്. പക്ഷെ ഇവളെയൊക്കെ പിടിക്കാൻ ആരും ഇല്ലെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്വർണ്ണക്കേസ് വിശേഷങ്ങൾ പറയുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നില്ല. പക്ഷേ പണ്ടും ഇപ്പോഴും എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സെലിബ്രിറ്റികൾ പോകുന്നത് സ്വർണം കൊണ്ടുവരാനാണ് എന്നുള്ള തരത്തിൽ ഒരു പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിപ്പോഴും തന്നെ ഉണ്ടയില്ല പിടിയൊന്നും അല്ല. എന്താ കാരണം എന്നറിയാം? അതായത് പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യത്തേക്ക് ഒരുപാട് നടന്മാരെയും നടിമാരെയും കൊണ്ടുപോകും. അതായത് ഇവരൊക്കെ പോകുന്നത് എന്തിനാണ്? അവിടെയുള്ള 2-3 ഉറുപ്പ്യ കൊടുത്തിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഒക്കുവാന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതായത് അവിടെയുള്ള ഒരുത്തൻ ടിക്കറ്റ് എടുത്ത് ഒരു 50 ദിറംസ് എടുത്ത് കയറും. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് ഇവർക്കൊക്കെ ഫുഡ്, അക്കോമഡേഷൻ, അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്, നമ്മൾ പോകുന്ന പോലെ എക്കോണമി ഒന്നും ആയിരിക്കില്ല, ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് തന്നെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഇവരെ അങ്ങോട്ട് കൊണ്ടുവന്ന് സിനിമാ താരങ്ങളെയും സീരിയൽ താരങ്ങളെയും കൊണ്ടുപോകുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ 3-4 ദിവസം അവിടെ നിന്നതിന് ശേഷം അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാറുണ്ട്. അന്നേ എല്ലാവരും പറയുന്ന ഒരു ആക്ഷേപമാണ് ഇവർക്കൊക്കെ സ്വർണ്ണക്കടത്തുണ്ട്, മറ്റേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ടയില്ല വെടിയാണ്. അതിനുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമുക്കറിയില്ല. പിന്നെ വേറൊരു കാര്യം ഈ സഹോദരീൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവിടെ ഒരു ഗ്യാങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂട്ടിക്കൊടുപ്പോ മറ്റേതുമായിട്ട് ഒരുപാട് ടീമുകൾ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരി, നിങ്ങളൊരു കാര്യം ചെയ്യുക, കരാമ വഴിയോ ഇല്ലെങ്കിൽ കെസൈസ് വഴിയോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയോ അങ്ങനെയുള്ള നടന്നു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളി നടിമാരുടെ ഫോട്ടോയും കാണിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് കുറേ നമ്പറുകൾ ഉണ്ടാവും. ഇതിങ്ങനെ മറ്റേ എന്താ പറയുക, ഞാൻ അവരുടെ രൂപത്തെ പറ്റിയൊന്നും പറയുന്നില്ല. നമ്മൾ ആഫ്രിക്കൻ ടീം കുറേ ആൾക്കാർ ഇതിങ്ങനെ വിതരണം ചെയ്യും. എന്തിനധികം പറയുന്നത്, കഴിഞ്ഞ ആസിഫ് അലിയുടെ സർക്കിട്ട് എന്ന് പറയുന്ന ഒരു സിനിമയില്ലേ, അതിൻ്റെ അകത്ത് ആസിഫ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിതരണം ചെയ്യുന്ന രംഗം നിങ്ങൾ കണ്ടില്ല. ഇങ്ങനെ പോക്കറ്റിൽ കയറിയിട്ട് ഇങ്ങനെ നടക്കുക ചെയ്യുക, ഓരോന്നോരോന്ന് ഇട്ടിട്ടാടുന്നത്. അപ്പോൾ ഇവരെ പരിപാടി ഇതാണ്. അപ്പം ഇങ്ങനെ പോയിട്ട് എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും പോകുന്ന ആൾക്കാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇതിൻ്റെയൊക്കെ മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മലയാളികൾ തന്നെയാണ് ഇതിൻ്റെ മുന്നിൽ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണിത്. മലയാളികൾ തന്നെയാണ് ദുബായിൽ ഇങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ചോദിക്കും എന്താ ബാക്കിയുള്ള രാജ്യക്കാരും ഉണ്ട്, പക്ഷെ മലയാളികൾക്ക് കുറച്ച് കുടില ബുദ്ധി എന്ന് പറയില്ലേ, അത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അവർ തന്നെയാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നവരെല്ലാം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സ്ത്രീ അടുന്ന ഗിജ്യ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഇതിനിടയ്ക്ക് വിളിച്ചോ പറയുന്നത് കേട്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂളിപ്പോവായിരുന്നു. അങ്ങനെയുള്ള വാക്കുകളാണ് അവർ വിളിച്ചു പറയുന്നത്. അവർ പച്ചയ്ക്ക് പറയുകയാണ്, ഞാൻ ഇതാണ് തൊഴിൽ ചെയ്യുന്നത്, എൻ്റെ തൊഴിൽ ഇതാണ്, നാളെ മുതൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടാണ്, കാരണം എന്താ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോകും, അതുകൊണ്ട് പിന്നെ 1 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇതിന് വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്ന ആൾക്കാർ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയുള്ള ലോകം നശിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. അത്രമാത്രം വൃത്തികെട്ടവരായിട്ട് നമ്മൾ മലയാളികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 20 കൊല്ലം കൂടി കഴിഞ്ഞാൽ, ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് 5 വയസ്സുള്ള ഇവരുടെ മക്കളെ 20 കൊല്ലവും കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 15 കൊല്ലവും കൂടി കഴിഞ്ഞ് ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇവർ ഭയങ്കര ക്രിമിനലായിട്ട് മാറും, ഇല്ലെങ്കിൽ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ളമാറ അതാണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ നടക്കാൻ പോകുന്നത് കാരണം ഈ സ്ത്രീ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോഴേ അവരുടെ മകൻ എന്ന് പറയുന്ന, മകനാണെന്ന് തോന്നുന്നു, മകൻ്റെ മുന്നിൽ വെച്ചാൽ പറയുന്നത്, ആ ചെറുക്കൻ ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ ചെറുക്കൻ എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എല്ലാവർക്കും മൊബൈലുണ്ട്. ആ മൊബൈലിൽ ഒരു ദിവസമെങ്കിലും പടം വരൂലേ, ഒരു ദിവസങ്ങളിൽ ഇവർ കാണൂലേ? അപ്പോൾ ഇങ്ങനെയുള്ള കൂതറ പരിപാടികൾ നടത്തി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ പിടിക്കപ്പെടും. അതുറപ്പാണ്. നിങ്ങൾ ഇപ്പോഴല്ല, ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ ഈ പൈസ ഇങ്ങനെ വായിൽ വെച്ചിട്ട് നിങ്ങൾ കരിയേണ്ടി വരും. അതാ ഞാൻ പറയുന്നത്. അത്രത്തോളം വളരെ മോശമായ രീതിയിലേക്കാണ് മലയാളികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഗുരുതരമായ ഒരു ആരോപണം മാത്രമല്ല, ഇതൊരു ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് എന്ന് പറയുന്നത് ഇതുപോലെ രേണുവിനെ ചുറ്റിപ്പറ്റിയിട്ട് ഇങ്ങനെ വാക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സബ്സ്ക്രിപ്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പൈസ കിട്ടും.
ശരി തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് തുടങ്ങുന്നുണ്ടോ? ഞാൻ ഉള്ളതുപോലെ പറയുക. അതായത് ഈ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ ഉഡായിപ്പ് മാത്രമാണ്. അതിൻ്റെ അകത്തൂടെയാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവർ ഇല്ലീഗൽ മാർഗത്തിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം കേട്ടോ. സംശയം മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതായത് ഇതിൻ്റെ അകത്തൂടെ 1 കോടി വരുന്നു, 35 ലക്ഷം വരുന്നു, 1 ലക്ഷം വരുന്നു, 5 ലക്ഷം വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ പുറകിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്രമായിട്ടുള്ള ഏതെങ്കിലും റാക്കറ്റ് ഉണ്ടോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതിൽ നേരാണോ? നേരല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇവന്മാർ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരാൾ കൊണ്ടുവന്ന് പറഞ്ഞു കൊടുത്താണ് നിങ്ങൾ ഇതുപോലെ ചെയ്യണം. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചില ആൾക്കാർ കാണുന്നില്ലേ, അതായത് ഇവനെടുത്താണ് ഇത്ര പൈസ എന്ന് നമ്മളിങ്ങനെ അന്വേഷിക്കും. ചിലപ്പോഴും തന്നെ പോലീസ് വന്ന് കയ്യാമം വെച്ച് കൊണ്ടുപോകുമ്പോഴായിരിക്കും ഇതല്ലേ പണി, നല്ലവനായ ഉണ്ണി. അമർ അക്ബർ അന്തോണിയിൽ മറ്റേ നല്ലവനായ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് രമേശ് പിഷാരടി ഉണ്ട്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയും ഓനെ കണ്ടുപഠിക്കും. അവസാനം ഓനിങ്ങനെ കയ്യാമം വെച്ച് കൊണ്ടുപോകും. കാരണം എന്താ? ഓൻ കഞ്ചാവ് കച്ചവടാന്ന്. അപ്പോൾ അതേപോലെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു പരിപാടി തുടങ്ങി കൊടുത്തിട്ട് ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ പെണ്ണ് ബിസിനസ്സും അതുപോലെ തന്നെ സ്വർണ്ണ ബിസിനസ്സും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പണക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണം ഉണ്ടാവും. ഇതെങ്ങനെയാണ് ചിലവാക്കേണ്ടതെന്നാണ് ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ഇതിൻ്റെ പുറകിലുണ്ടോ? ഇതിൻ്റെ പുറകിൽ ഡീലുകളുണ്ടോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ബന്ധമുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നത്. എനിക്കതാണ് തോന്നുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വോയിസിൽ പറഞ്ഞ ഈ സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് തന്നെ സംശയമാണ്, ഇവരെന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്നത്, എങ്ങനെയാണ് നാട്ടിൽ പോകുന്നത്? കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ദുബായ് പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നാട്ടിൽ വരണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല പൈസ വേണം. നല്ല പൈസ വേണ്ടേ? അപ്പോഴാണ് ചില ആൾക്കാർ ആഴ്ചയ്ക്ക് 2 വട്ടം ആഴ്ചയ്ക്ക് ഇങ്ങനെയൊക്കെ പോയിട്ട് വരുന്നതെന്ന് ഈ യുവതി പറയുന്നട്ടെ, ഞാൻ പറയുന്നതല്ല, ഇവർ പറയുന്നത്. അപ്പോൾ ഒരുപാട് നമുക്ക് സംശയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിയിരിക്കണം. നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര ബന്ധമുള്ള, ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഏകദേശം 1-2 മാസമായിട്ട് നമ്മുടെ മലയാളി സ്ത്രീകൾ മുഴുവൻ ഈ സബ്സ്ക്രൈബിൻ്റെ പുറകെയാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്യാങ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. അതായത് ഈ ഗ്യാങ് എല്ലാവരെയും വലയിലാക്കിയിരിക്കുകയാണ്. ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ട്രാപ്പിൽ വീണുപോയതായിരിക്കാം. ഈ പൾപ്പറായാലും മൾപ്പറായാലും കുൾപ്പറായാലും കൂപ്പറായാലും ഈറ്റങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ്ങിൽ വീണതായിരിക്കാം. കാരണം ഇന്നലെ പൾപ്പർ ചേച്ചി ഒരു എളുപ്പമില്ലാതെ പറയുന്നുണ്ട് പെണ്ണുങ്ങൾ വരെ കാണാൻ വരവുണ്ടെന്ന്. എനിക്ക് ഇനിയും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്, ഈ പെണ്ണുങ്ങൾ എന്തിനാന്ന് കയറി നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും എന്തെല്ലാം ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അതറിയാത്തതെന്ന് പറഞ്ഞാൽ മലയാളി മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവറ്റകൾക്കാണ് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കഴപ്പ് മൂത്തിരിക്കുന്നത്. ഉള്ള കാര്യം എന്താ പറയുന്നത്, പച്ചക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെ തോന്നിയവാസങ്ങളാണ് ഓരോന്ന് വന്ന് കാണിക്കുന്നത്. അതൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. മൂത്രമൊഴിക്കുന്ന ചേച്ചിനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ആളെ എനിക്ക് പിടികിട്ടുകയും ചെയ്തു. ഏത് നാട്ടുകാരിയാണെന്ന് കൃത്യമായിട്ട് പിടികിട്ടിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ തന്തേൻ്റെയും തള്ളേൻ്റെയും ഒക്കെ ഫോട്ടോ വെളിയിൽ വിടണം. അതാണ് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ പബ്ലിക്കായിട്ട് ഇമാതിരി തോന്നിയവാസം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല, നമ്മുടെ ഇവിടെയുള്ള കുറേ ആൾക്കാർ ഒരു റാക്കറ്റിൻ്റെ ഗണിയിലാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ എന്തോ ഒരു രഹസ്യങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക മലയാളികളെ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുണി അഴിച്ചിട്ട് നാളെ മുതൽ ഞങ്ങൾ ആടും എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണങ്ങൾ കൊടുത്തിട്ടാണോ എന്നറിയില്ല, ഒരുപാട് ചാനലുകളുടെ മത്സരം നടത്തുന്നുണ്ട്. ഒരുപാട് ചാനലുകൾ ഇവരുടെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രേണുസുതിക്കായിട്ട് മാത്രമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകളുണ്ട്. രേണുസുതി എവിടെ പോകുമ്പോഴും അതിൻ്റെ പുറകെ ചാനലുണ്ട്. അവരെവിടെ ഒരു മിനിഞ്ഞാന്നേരം പറയുന്നത് കേട്ടു, എനിക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ സമയം തരുടേ എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പുറകെയൊക്കെ മൈക്കും അതുപോലെ തന്നെ ഈ ക്യാമറയും കൊടുത്തു വിട്ടവന്മാരും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഗൂഢ ലക്ഷ്യം എന്താണ്? ഒന്നുകിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ തകർക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ, അതായത് വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കളിക്കുന്ന ഒരു കളിയായത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പക്ഷേ ഇത് സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റായിരിക്കും വരാൻ പോകുന്നത്. എല്ലാവരും സൂക്ഷിച്ചോട്ടാ, കുറച്ച് കഴിയട്ടെ. ഇതിൻ്റെ ഹൈപ്പ് ചെയ്യണേ.